നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പി മോളോട് ടാറ്റ പറ. ടാറ്റ, പോയിട്ട് വരാം പപ്പി. വരണേ. പോട്ടെ പപ്പി. ടാറ്റ ടാറ്റ. ശാലിനി, എന്റെ കൊച്ചുമകൾ പപ്പിയുടെ ബർത്ത്ഡേ. അവൾ ഒരാഗ്രഹമേ പറഞ്ഞുള്ളൂ. അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണമെന്ന്. അതെ, ആ കുട്ടി ഏതാ എന്താണെന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. അവളുടെ അച്ഛനോ അമ്മയോ കുലമോ മഹിമയോ ഒന്നും. അവളെ വിളിച്ചപ്പോ അവള് പറഞ്ഞു അവളുടെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണെന്ന്. രണ്ടുപേരും കൂട്ടുകാരായപ്പോ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാന്ന് ഞങ്ങള് വിചാരിച്ചത് സാമാന്യ മര്യാദ. കൊച്ചുകുട്ടിയല്ലേ, പരിചയമില്ലാത്ത വീട്ടിലേക്ക് അമ്മയും വരുന്നത് സ്വാഭാവികം. അതെ, പപ്പി എന്താഗ്രഹിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കും. അതില് അസ്വാഭാവികതയായിട്ടൊന്നുമില്ല. ഈ സത്യഭാമയുടെ കൊച്ചുമോളല്ലേ അവള്. അവളുടെ ആഗ്രഹം പോലെ അവളുടെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന നിന്നോടെനിക്ക് വളരെ നന്ദിയുണ്ട്. അതെ, കൂട്ടത്തിൽ എന്റെ മകന്റെ വിവാഹ ചടങ്ങിന്റെ കാര്യം ഞാൻ അറിയിച്ചത് നീ കേട്ടു കാണുമല്ലോ. ഇല്ലെങ്കിൽ ഒരു വട്ടം കൂടി ഞാൻ പറയാം. അടുത്തയാഴ്ചയാണ് അവനും കാർത്തികയുമായുള്ള വിവാഹം. ശരിക്കും വിവാഹം കഴിഞ്ഞതാ. എല്ലാവരുടെയും സൗകര്യത്തിന് ചടങ്ങുകൾ ഒന്നുകൂടി നടത്തുന്നേ ഉള്ളൂ. ഒരു ചടങ്ങിന് ക്ഷണിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുമ്പോ പപ്പിമോള് ചിലപ്പോ പറഞ്ഞെന്നിരിക്കും നിന്റെ മോളെയും ക്ഷണിക്കാൻ. അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്റെ മോളുടെ കൂടെ നിനക്കും വരാം. ആ, പപ്പിമോളുടെ പിറന്നാളിന് വന്നവർക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോകാം. വാ മോളെ. വാ. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ്. അമ്മ ഇവിടെ നിൽക്കുക. അവിടെ എല്ലാം തെരഞ്ഞു ഞാൻ. നമുക്ക് പോവാം മോളെ. ഇപ്പോഴേ പോണോ അമ്മേ? എപ്പോഴായാലും പോണ്ടേ മോളെ. കുഞ്ഞിച്ചി, ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട മോളെ, വയറ് നിറഞ്ഞു. ഇവൾക്ക് പോകുന്ന വഴി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് വേണ്ട അമ്മേ, കേക്ക് കഴിച്ച് വയറ് നിറഞ്ഞു. നല്ല ഉറക്കം വരുന്നുണ്ട്. അതെന്താ ഈ സമയത്ത് നീ ഉറങ്ങുന്നതല്ലോ? അത് മധുരം കൂടുതൽ കഴിച്ചോണ്ടായിരിക്കും. മോള് കാറിലിരുന്ന് ഉറങ്ങിക്കും. പപ്പി മോളോട് ടാറ്റ പറ. ടാറ്റ, പോയിട്ട് വരാം പപ്പി. വരണേ. പോട്ടെ പപ്പി. ടാറ്റ ടാറ്റ.
പപ്പി. ദാ വരുന്നു, ദാ വരുന്നു സത്യാമ്മേ. കുഞ്ഞേച്ചി, എന്തടി? അവരെ കണ്ടപ്പോ ഞാൻ നമ്മുടെ കുട്ടിക്കാലം ഓർത്തുപോയി കുഞ്ഞേച്ചി. എന്ത് സ്നേഹമായിരുന്നു നമ്മൾ തമ്മില്. ഇപ്പോ തികച്ചും അപരിചിതരെ പോലെ. അപരിചിതരല്ല, അതിഥികൾ. അതിഥികളായി വന്നവരെല്ലാം മടങ്ങിയേ പറ്റൂ. മടങ്ങണം. മനസ്സിൽ വെക്കാതെ മായ്ച്ചു കളഞ്ഞേക്ക്. കുഞ്ഞേച്ചി, അമ്മേ, എന്താ മോളെ? ഉറക്കം വരുന്ന അമ്മേ. ബാ കിടന്നോ, ബാ കിടക്ക്. മോൾ ഉറങ്ങിക്കോ, ഒന്നും ആലോചിക്കണ്ട, ഉറങ്ങിക്കോ. ഈശ്വര, ഈ പോക്കത്ര ശരിയല്ലല്ലോ. വിഷ്ണുവേട്ടന്റെ മനസ്സാകെ വെന്തിരിക്കുക. ഇതെന്തെങ്കിലും നടപടിയാവുന്ന കേസാണോ സരോജ മെമ്പറെ? എനിക്ക് തോന്നുന്നില്ല. അല്പം ക്ഷമ കാണിക്കു വിക്ടറെ. സർക്കാർ കാര്യമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാ. ദേ, മുക്കുവ പിള്ളേർക്ക് കടലിൽ പോവാതെ 4 ക്ലാസ് പഠിക്കുന്നതിനോടൊപ്പം ഒരു വരുമാനം ആവുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വള്ളത്തിൽ പോലും പോവാതെ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇതിപ്പം നടന്ന് എന്റെ ചെരുപ്പ് ചെയ്യുന്നതല്ലാതെ കാര്യമൊന്നും നടക്കുന്നുമില്ല. നിന്റെ ചെരുപ്പ് കുറച്ച് തേഞ്ഞോട്ടെ. വള്ളത്തിൽ പോകുമ്പോ നീ നടക്കുന്നൊന്നുമില്ലല്ലോ. അതിന് പരിഹാരമാണെന്ന് കൂട്ടിക്കോ. ഹരീഷ് സാർ അവിടെ ഡെപ്യൂട്ടി കളക്ടർ സജി സാറുമായിട്ട് ഇക്കാര്യമല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. സാറ് വന്നിട്ടൊരു തീരുമാനം പറയും. ഹരീഷ് സാറോ? അവനേക്കാരാ സാറാക്കിയത്? ആ ബാലേന്ദ്രന്റെ ചിങ്കിടിയായിട്ട് കളസം കഴുകി നടന്നവനാവാൻ. ആരും ആവട്ടെ, നമുക്കിപ്പോ നമ്മുടെ കാര്യം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.